നമുക്കിന്ന് അരിമുറുക്കിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാലോ. ഇതിനായി നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ്. പത്തിരിപ്പൊടിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 3/4 കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നത് കടലപ്പൊടിയാണ്. ഒരു 4 ടീസ്പൂൺ അളവിൽ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. 4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. കറുത്ത എള്ളാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അളവിൽ കറുത്ത എള്ള് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. സ്റ്റാറിൻ്റെ ഒരു അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സേവനാഴിയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിലേക്ക് നമുക്കിത് ചുറ്റിച്ച് കൊടുക്കാം. കട്ട് ചെയ്താണ് ഞാനിവിടെ വിടുന്നത്. തിളച്ച എണ്ണയിലേക്ക് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. സിസൈസ് ഉപയോഗിച്ച് നമുക്കിത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പിയാണിത്. ഇടയ്ക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്നായി ഇളക്കി കൊടുക്കണം. ഇത്രയും മതിയാകും. നമ്മുടെ അരിമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.